എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. ഇടവക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. ശുക്രൻ മാസം തുടങ്ങുമ്പോൾ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. 7ാം തീയതി 3ാം ഭാവത്തിലേക്ക് ശുക്രൻ മാറിയതിനു ശേഷം ചിലർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അലച്ചിലും അധികരിക്കും. അതേസമയം കലാരംഗത്തുള്ളവർക്ക് അനുകൂലമായ സമയമാണിത്. ചൊവ്വ 12ാം തീയതി മുതൽ ജന്മരാശിയിൽ വ്യാഴത്തിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞവർക്ക് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും. സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. സൂര്യനും അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വാങ്ങിയ സ്ഥലത്ത് വീട് വയ്ക്കാനും ചിലർക്ക് പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനും യോഗമുണ്ടാകും. പുത്രസ്ഥാനാധിപനായി ബുധൻ 3ൽ സഞ്ചരിക്കുന്നതിനാൽ സന്താന ഭാഗ്യമുണ്ടാകും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണിത്. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ തൊഴിൽ തുടങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമല്ല. ജൂലൈ 19, 20 ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ജൂലൈ മാസം ഇടവക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂറ് ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മിഥുനക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.